OnePlus ഇതുവരെ പുറത്തിറക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ അതാണ് OnePlus Nord CE2 Lite. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി അൺബോക്സ് ചെയ്ത് പരിശോധിക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് OnePlusൻ്റെ Nord CE2 Lite എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതിൻ്റെ ഈ ഒരു പേര് വായിച്ചെടുക്കുന്നതാണ് ഒരു അല്പം ബുദ്ധിമുട്ട്. ഇവിടെ കണ്ടില്ലേ, OnePlus Nord CE2 Lite. നേരത്തെ തന്നെ OnePlus ബജറ്റ് ഫ്രണ്ട്ലി സീരീസിൽ OnePlus Nord ഫോൺ പുറത്തിറക്കി, പിന്നീട് നോഡ് സി സ്മാർട്ട് ഫോൺ പരിചയപ്പെടുത്തി, പിന്നീട് നോഡ് സി ഫോണുകൾ പുറത്തിറക്കി, പിന്നീട് നോഡ് 2 വന്നു, നോഡ് CE2 വന്നു. ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞ OnePlusൻ്റെ സ്മാർട്ട് ഫോൺ OnePlus Nord CE2 Lite. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതിനകത്ത് ഒരു ബോക്സ്, എനിക്ക് തോന്നുന്നു ഇതൊരു മീഡിയ ബോക്സ് എന്ന നിലയിൽ നമുക്ക് വന്നതാണെന്ന് തോന്നുന്നു. എന്ത് തന്നെയായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ജസ്റ്റ് ഇത്തരം ഒരു ബോക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ വെളിയിൽ കളയുന്നില്ല, എല്ലാം എൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് ആലപ്പുഴയിൽ, അതുപോലെ എറണാകുളത്തിനോട് വളരെ അടുത്ത്, അതായത് ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയിലുള്ള ഒരു ബോർഡറിലുള്ള ഒരു ഐലൻഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഗ്രാൻഡ് ആയൂർ ഐലൻഡ് എന്ന റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ ചെയ്യുന്നത്. സാധാരണ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നാണ് ഇത്തരം അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു മികച്ച ഒരു ലൊക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. എന്ത് തന്നെയായാലും ഗ്രാൻഡ് ആയൂർ ഐലൻഡിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു ബിഗ് താങ്ക്സ്. ഫോണിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ഇതുപോലെ നോഡെന്ന് 3 തവണ എഴുതിയിട്ടുണ്ട്. സാധാരണ നോഡ് ഫോണുകൾ വരുന്ന പോലെ തന്നെ ഇത്തവണയും ബോക്സ് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അതിനകത്ത് ഇതുപോലെ OnePlusൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്ന ഒരു പേപ്പർ ബോക്സ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇത്തരത്തിൽ OnePlusൻ്റെ പേപ്പർ വർക്ക്സ്, അതായത് യൂസർ മാനുവൽ, മെമ്പർ കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ സ്റ്റിക്കേഴ്സ്, സാധാരണ OnePlusൻ്റെ വില കൂടിയ ഫോണുകളോടൊപ്പം വരുന്ന സ്റ്റിക്കറുകളും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കുറവും വരുത്തിയിട്ടില്ല. അതുപോലെ OnePlusൻ്റെ സാധാരണ ഒരു സ്മൈലി ലോഗോ ഉള്ള ആ ഒരു സിം ഇജക്ടർ പിൻ, മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ്, ദേ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. അതിന് താഴെയായിട്ട് ഇത്തരത്തിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, USB-A to Type C കേബിൾ, റെഡ് കേബിൾ, ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരാം. ടിപ്പിക്കൽ ഒരു OnePlus ഫോണിൻ്റെ ഒരു ലുക്ക്. അതുപോലെ ഈ ഒരു കളറും OnePlusൻ്റെ മുൻകാല സ്മാർട്ട് ഫോണുകളിലൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ കളർ വേരിയൻറ്റ് തന്നെയാണ്. ആ ഒരു കളറും അതുപോലെ ഉണ്ട്. ഇവിടെ ഇതുപോലെ OnePlusൻ്റെ ലോഗോ കാണാം. ഇതിനു മുമ്പുള്ള OnePlusൻ്റെ 7 സീരീസ് ഫോണുകൾ ഉപയോഗിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു പ്രധാന വ്യത്യാസം, ഇവിടെ ഒരു ഡ്യുവൽ ടോൺ ആദ്യമായിട്ട് OnePlusൻ്റെ ഒരു സ്മാർട്ട് ഫോണിൽ കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു ലൈൻ ഇതുപോലെ പോയിട്ട് അതിനകത്ത് ചെറിയ ചെറിയ ലൈൻസുമായിട്ട് ഈ ഒരു ഏരിയ ഒരു സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ ഒരു ഡ്യുവൽ ടോണാണ് നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ, പ്ലാസ്റ്റിക് ബോഡിയാണ് സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ OnePlusൻ്റെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള റിയൽമിയുടെയൊക്കെ സ്മാർട്ട് ഫോണിനകത്തുള്ള തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലിയ 2 ക്യാമറ സെൻസറുകളും അതുപോലെ ചെറിയ ക്യാമറ സെൻസർ, ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ OnePlusൻ്റെ ലോഗോയും നമുക്ക് കാണാം. ഫോണിൻ്റെ മുകൾ സൈഡിൽ ഇത്തരത്തിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, വലത് സൈഡിൽ പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ഗ്രില്ല്, USB Type C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്. വലത് സൈഡിൽ ഇതുപോലെ സിം ട്രേയും വോളിയം റോക്കേഴ്സും കാണാം. എന്ത് തന്നെയായാലും OnePlusൻ്റെ സാധാരണ സ്മാർട്ട് ഫോണുകളിൽ കാണുന്ന അലർട്ട് സ്ലൈഡർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് വന്നിട്ട് 8.5 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് വളരെ കുറവൊന്നും പറയാനില്ല. അതുപോലെ 195 ഗ്രാം ഭാരമുണ്ട്, അണ്ടർ 200 ഗ്രാം ആണ്. ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കയ്യിലൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ. 6.59 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഹൈ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ നല്ല ഒരു റെസ്പോൺസ് നൽകുന്നുണ്ട്. LCD വിത്ത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. സാധാരണ OnePlus സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ AMOLED LED ഡിസ്പ്ലേ കൊണ്ട് പേര് കേട്ടതാണ്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇത്തരത്തിൽ വ്യത്യാസമാണ്. IPS LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ റിഫ്രഷ് റേറ്റ് ഈ പറഞ്ഞതുപോലെ 120 ഹെർട്സ് നൽകിയിട്ടുമുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന 5G പ്രോസറാണ് ഇതിന് കരുത്ത് വരുന്നത്. അതുപോലെ 2 വേരിയൻറ്റ്, 6GB 128, 8GB 128. ഈ ഒരു സ്മാർട്ട് ഫോണിലെ റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X റാമും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2മാണ്. റാം ബൂസ്റ്റ് ടെക്നോളജി നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ AnTuTu സ്കോർ പരിശോധിച്ചാൽ ഏകദേശം 3,79,000 പുറത്താണ്. BGMA പോലുള്ള ഗെയിമുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് HD ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ്സിലും അതുപോലെ സ്മൂത്ത് അൾട്രയിലും മികച്ച രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാനാകും.
ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. പ്രൈമറി സെൻസർ വന്നിട്ട് 64 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് ആംഗിൾ സെൻസർ നൽകിയിട്ടില്ല. 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ നല്ല പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും പേരിന് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. മികച്ച സെൽഫി ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ ഇടത് സൈഡിൽ മുകളിൽ ലെഫ്റ്റ് പഞ്ച് ഹോളായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഫ്രണ്ട് ക്യാമറയുടെ വലിപ്പം കണ്ടില്ല. സാധാരണ ഫ്രണ്ട് ക്യാമറകളുടെ സൈസിനേക്കാൾ അല്പം വലിപ്പം കൂടുതലായിട്ട് തോന്നി. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ബെസലുകൾക്കും ഒരു എബോ ആവറേജ് സൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗമൊക്കെ ഒരു അല്പം തിക്നെസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും മാക്സിമം നമുക്ക് 1080pയിൽ 30 frames per second വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഓർക്ക് 4K സപ്പോർട്ട് ബാക്ക് ക്യാമറയ്ക്കും ഫ്രണ്ട് ക്യാമറയ്ക്കും നൽകിയിട്ടില്ല. ഓർക്ക് ഇത് OnePlusൻ്റെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കണ്ടതുപോലെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 5000 mAh ബാറ്ററി ഇനി എത്ര ഹെവി യൂസർ ആയ പോലും 1-1.5 ദിവസത്തെ ബാറ്ററി ലൈഫ് നൽകുകയും ചെയ്യും. മോണോ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബോട്ടം ഫാൻ സ്പീക്കറാണ്. ഓക്കെയാണ്, വോളിയം ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു ചില ഫോണുകളിൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. LED ഡിസ്പ്ലേ അല്ല എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് LED ഡിസ്പ്ലേ പ്രതീക്ഷിക്കാനാവില്ല. എന്നിരുന്നാലും ക്വാളിറ്റിയുള്ള LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ അനുഭവത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് ക്യാമറയുടെ ആ ഒരു വലിപ്പം സാധാരണ ചില സ്മാർട്ട് ഫോണുകളെ പോലെയല്ല, കുറച്ചൊരു വലിയ സൈസാണ് ഫ്രണ്ട് ക്യാമറയ്ക്ക് വന്നിരിക്കുന്നത്. അതൊരു ഡിസ്പ്ലേ അനുഭവത്തിൻ്റെ ഒരു കോട്ടം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ആ ഒരു ബെസലുകളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ മുൻകാല OnePlus ഫോണുകളെ പോലെയല്ല, കുറച്ച് വലിപ്പം കൂടുതലാണ് ബെസലുകൾക്ക്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസ് എന്ന് വിളിക്കുന്ന ആപ്ലിക്കേഷനുകൾ അധികമൊന്നും ഇല്ല എന്ന് കാണാൻ സാധിക്കും. സാധാരണ OnePlusൻ്റെ ഓക്സിജൻ OS പോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അതാണ് എല്ലാവർക്കും OnePlus ഫോണുകളെ പറ്റി അറിയേണ്ടതും. ഇപ്പോൾ വരുന്ന ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് പതിപ്പായിട്ടുള്ള Android 12 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ OnePlusൻ്റെ ഓക്സിജൻ OS 12.1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് അത് ക്ലീൻ തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് 2 വേരിയൻ്റ് ആണ്. 6GB 128GB 8GB 128GB. ഇവിടെ ഈ ഒരു 6GB 128ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 19,999 രൂപയാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ OnePlusൻ്റെ ഒരു സ്മാർട്ട് ഫോൺ 20,000 രൂപയിൽ താഴെ വിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് OnePlus Nord CE2 Lite എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ മറ്റ് OnePlus ഫോണുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ട്, എന്താണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ OnePlusൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെയോ അല്ലെങ്കിൽ ഇതുവരെ OnePlus പുറത്തിറക്കിയിരിക്കുന്ന മറ്റ് സ്മാർട്ട് ഫോണുകളോ ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് OnePlus Nord CE2 Lite എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു പക്ഷേ ഇത് OnePlusൻ്റെ ഒരു ഫോണാണോ എന്ന് ഒരു സംശയം തോന്നും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, റിയൽമിയുടെ ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് അതിനകത്ത് OnePlusൻ്റെ ഓക്സിജൻ OS മിക്സ് ചെയ്തെടുത്ത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഏതാണ്ട് എനിക്കതാണ് ഒരു ഫീൽ ചെയ്തത്. ബാക്ക് കാണാൻ അതിമനോഹരമാണ്. ഡിസ്പ്ലേ IPS LCD ഡിസ്പ്ലേ ആണ്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ആ ഒരു ബെസലും ആ ഒരു ഫ്രണ്ട് ക്യാമറയുടെ വലിപ്പം ഒരല്പം കൂടുതലായിട്ട് തോന്നി. പെർഫോമൻസ് ഓക്കെയാണ്. 5G പ്രോസറാണ്, 13 വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാൻഡുകളുടെ സപ്പോർട്ടുണ്ട് 5Gയുടെ, അതെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല. ക്യാമറയും പ്രൈമറി ക്യാമറയും സെൽഫി ക്യാമറ ഓക്കെയാണ്, 64 മെഗാ പിക്സൽ. ആ മാക്രോയും ഡെപ്ത് സെൻസറും വലിയ കാര്യങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. ബാറ്ററി കപ്പാസിറ്റി ഓക്കെയാണ്, 5000 mAh വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. പക്ഷേ ഒരു OnePlus ഫോണിൻ്റെ ഒരു ഫീല്, നമ്മളിലെ ഒരു സിനിമയിൽ നസ്രിയ പറയത്തില്ലേ, നമുക്ക് ഈ എന്താ പറയുക വയറ്റിൻ്റെ താഴേന്ന് ആ ഒരു തണുപ്പ് വരും എന്ന് പറയുന്നത്, അതുപോലെ ഒരു OnePlus ഫോണിൻ്റെ ഒരു ഫീല് സത്യസന്ധമായിട്ട് പറയുന്നു, അതെനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അതെന്താണെന്ന് അങ്ങോട്ട് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഒരു റിയൽമി ഫോണിനകത്തൊക്കെ ഓക്സിജൻ OS കുത്തി നിറച്ച് തന്നാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീലാണ് എനിക്ക് OnePlus Nord CE2 Lite എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ തോന്നിയത്. പക്ഷേ പ്രൈസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മികച്ച പ്രൈസിങ്ങിലുമാണ് OnePlus Nord CE2 Lite വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ അനുവദിച്ച് തന്നത് നമ്മളുടെ ഗ്രാൻഡ്
ആയുർ ഐലൻഡ് എന്ന ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയിലുള്ള ഈ ഒരു റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ അവർക്കൊരു വലിയ താങ്ക്സ്. ഇനി ഈ ഒരു റിസോർട്ടിൽ ഞങ്ങൾ 2-3 ദിവസം ഞങ്ങളെല്ലാം ഫാമിലിയും നമ്മളുടെ അനന്തും ഗോവിന്ദും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ 2-3 ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കും ഈ തരത്തിൽ ഈ വെക്കേഷനിലോ അല്ലാതെ കുടുംബമൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിസോർട്ടുമായി ബന്ധപ്പെടാനുള്ള നമ്പർ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.